യിരെമ്യാ പ്രവാചന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യഹോവേ എന്നെ നീ അറിയുന്നു. വളരെ ഗൗരവമേറിയ ഒരു വാക്യമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ വായിച്ച വാക്യം. നമ്മെ അറിയാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരത്തില്ല. നമ്മെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ലോകത്തിൽ കൂടി അവർ സഞ്ചരിക്കുന്നവരാണ്. ഒരു പഴയ കാലത്തേക്കാൾ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ കാലഘട്ടമായി, സെൽഫ്നെസ് മൈൻഡ്, എപ്പോഴും അവരവരുടെ കാര്യത്തിന് മാത്രം അധികം പ്രാധാന്യം കണ്ടെത്തിയെടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായമോ മറ്റുള്ളവരുടേതായ അനുഭവങ്ങളോ വേദനകളോ അറിയാനോ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ ആർക്കും താല്പര്യമുണ്ടെന്ന് തോന്നില്ല. തെറ്റെന്നോ ശരിയെന്നോ ഞാൻ സ്ഥാപിക്കാനല്ല വാക്ക് പറയുന്നത്. ഓരോരുത്തർക്ക് അവിടെ പ്രാരാബ്ധങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് അവിടുതായ ഒത്തിരി കാര്യങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. ഇല്ലായ്മയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ശൂന്യതയുടെയും, ഒരു ഡ്രസ്സിന് മറ്റൊരു ഡ്രസ്സ് ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ, ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യാൻ സമ്പത്തില്ലാത്ത കാലഘട്ടങ്ങൾ, വിശാലമ വിശ്രമിപ്പാൻ തക്കവണ്ണമില്ലാത്ത ഭവനം ഇല്ലാത്ത കാലഘട്ടങ്ങൾ, സഞ്ചരിപ്പാൻ വാഹനമില്ലാത്ത കാലഘട്ടങ്ങൾ, ഇങ്ങനെ നിരവധി ഇല്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ പരസ്പരം ഇല്ല എന്നും ഉണ്ടെന്നും അറിയാൻ തക്കവണ്ണം പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു. ചിലപ്പോൾ ചിലർ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആ പഴയ കാലം ഓർത്തിട്ട് അങ്ങനൊരു കാലം കൂടി തിരിച്ച് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കും. ചില സമയത്തൊക്കെ ഞാനും അത് ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പന് മക്കളെ അറിയാം, മക്കൾക്ക് അപ്പനെ അറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാൻ പറ്റും, ഭർത്താവിന് ഭാര്യ അറിയാൻ പറ്റും, സമൂഹത്തിന് വ്യക്തികൾ അറിയാൻ പറ്റും, വ്യക്തികൾക്ക് സമൂഹത്തെ അറിയാൻ പറ്റും, നൈബേഴ്സിന് അയൽപക്കത്തുള്ള വ്യക്തികളെ അവിടെ എന്തുണ്ട് എന്തില്ല, അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് തിരക്കാനും അറിയാനുമുള്ള കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലം. എന്നാൽ ഇന്ന് സമ്പത്ത് കൂടി, വിദ്യാഭ്യാസം കൂടി, ഒത്തിരി വിശാലതകൾ എന്ന് പറഞ്ഞാൽ ഒരു റൂമിന് പകരം നിരവധി റൂമുകൾ, ഒരു സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങൾ, അങ്ങനെ ഒരു ആഹാരത്തിന് പകരം മൃഷ്ടാന്ന ഭോജനം, വിവിധ വിഭവങ്ങൾ, 3 നേരമോ 4 നേരമോ അത് 4 ടൈപ്പിൽ ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടം. ഇങ്ങനെ എല്ലാ തരത്തിലും എസ്റ്റാബ്ലിഷായി മാറി. ജനമെല്ലാം വ്യത്യസ്തന്മാരായി മാറി. ഉയർച്ചകളുടെ പടവുകൾ കാമി ചവിട്ടിക്കയറി വസ്ത്രങ്ങൾ മാറിയിടാൻ. ചിലപ്പോൾ ഒരു വസ്ത്രം തന്നെ പണ്ടൊക്കെ ഒരു സാരിയോ ഒരു ചുരിദാറോ ഒരു ഷർട്ടോ ഒരു പാൻറ്റോ പലരും ഉപയോഗിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ലായ്മയുടെ കാലമാണ്. അന്ന് കൊടുക്കാനും മനസ്സുണ്ട്, വാങ്ങാനും മനസ്സുണ്ട്. വളരെയധികം പരസ്പരം അറിഞ്ഞു ജീവിക്കുന്ന കാലഘട്ടങ്ങൾ. അതുകൊണ്ട് ദുഃഖം വന്നാൽ സന്തോഷം വന്നാൽ, എന്തിനേറെ പറയുന്നു, ഒരു വിവാഹം ആ ദേശത്തുണ്ടായാൽ ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ ആ വിവാഹം തുടക്കം മുതൽ അത് അവസാനിക്കുന്നത് വരെ ഉത്സവങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് എണ്ണിപ്പറയുന്ന തലത്തിലാണ് വിവാഹങ്ങൾ പോലും, ബന്ധങ്ങൾ അറിയുന്നത് തന്നെ ചിലപ്പോൾ വിവാഹത്തിൻ്റെ അന്നായിരിക്കും അങ്ങനെ വിവാഹം അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ പരസ്പരം അറിയാനോ അറിയിക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്നു, എന്നാൽ യഹോവേ നീ എന്നെ അറിയുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് ആശ്വാസത്തിന്റെ പ്രവാചകൻ യെശയ്യാവാണ്, കണ്ണിന്റെ പ്രവാചകൻ യിരെമ്യാവാണ്, ദർശനത്തിന്റെ പ്രവാചകൻ യെഹെസ്കേലാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചാൽ പല ശുശ്രൂഷകളാണ്, പല അനുഭവങ്ങൾ കൂടെ ദൈവദാസന്മാർ ചെയ്തത്. അതെല്ലാം വിജയത്തിന്റെ ശബ്ദങ്ങളായിരുന്നു. എന്നാൽ കരയാൻ മൊത്തം വിധി ലഭിച്ച ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാവ്. ഉള്ളിൽ വിചാരം പിടിച്ച് തന്നെ അറിയുവാൻ അന്നത്തെ കാലത്തിൽ ആർക്കും ലഭിച്ചിരുന്നില്ല, തന്നെ മനസ്സിലാക്കാൻ തക്കണം പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒത്തിരി ദുഃഖം പേറി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് ഇന്ന് രാവിലെ പറയാം, നമ്മെ മനുഷ്യരാരും അറിയുന്നില്ല എങ്കിൽ പോലും ആ ശുശ്രൂഷയിൽ നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഞരക്കത്തോടെ, വേദനയോടെ, ശൂന്യതയോടെ അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ അറിഞ്ഞ് ഉയർത്തുവാൻ തക്കവണ്ണം, നമ്മെ അറിഞ്ഞ് അത്ഭുതമാക്കുവാൻ കഴിവുള്ള ഒരു മശിഹ
നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞരക്കത്തു കൂടിയാണ് നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നത്. ശൂന്യത കൂടിയാണ് നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നത്. ചില വ്യക്തികൾ നോക്കുമ്പോൾ തോളെ കൈയിട്ടുകൊണ്ട് നടന്ന കാലഘട്ടങ്ങൾ, ഉള്ളതും കൊണ്ട് ഷെയർ ചെയ്ത കാലഘട്ടങ്ങൾ. എന്നാൽ അവർക്ക് സമൃദ്ധി വന്നപ്പോൾ, അവർക്കൊരു വിശാലത വന്നപ്പോൾ കൊടുത്തവനെ ഓർക്കുവാനോ വാങ്ങിയപ്പോഴും അത് ഓർത്തില്ല, ഇന്നും അത് ഓർക്കാതെ വണ്ണം അവരെ മറന്നുകളെ സ്ഥാനത്ത് സ്വർഗത്തിലെ കർത്താവ് പറയുന്നു, എന്നാൽ യഹോവേ എന്നെ അങ്ങ് അറിയുന്നു. ഇനി ഞാൻ ആ വാക്കിൻ്റെ ഒരു ദൂതിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് മനുഷ്യർ നമ്മെ അറിയുന്നുവെങ്കിൽ ദൈവം നമ്മെ അറിയുന്നില്ല. ദൈവം നമ്മെ അറിയുന്നുവെങ്കിൽ മനുഷ്യർ നമ്മെ അറിയുന്നില്ല. ഇനി മനുഷ്യർ നമ്മെ അറിഞ്ഞ് ഒരു കാര്യം ചെയ്താൽ അതിന് പരിമിതിയുണ്ട്. ദൈവം നമ്മെ ഒരു കാര്യം അറിഞ്ഞ് ഉയർത്തിയാൽ പരിമിതിയില്ല. അത് തലമുറയായി നിൽക്കുന്ന ഉയർച്ചയാണ്. അബ്രഹാമിനെ ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ചു, അത് ഐശ്വര്യമായി അനുഗ്രഹിച്ചു എന്ന പദമാണ്. ഇസഹാക്കിനെ ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ചു, അത് 100 മേനി കൊടുത്തൊരു അനുഗ്രഹമാണ്. യാക്കോബിനെ ദൈവം അറിഞ്ഞ് അനുഗ്രഹിച്ചു. ഒരു വടിയുമായിട്ട് പോയവനെ തിരിച്ച് 2 കൂട്ടമായിട്ട് സമ്പത്തുമായിട്ട് മടങ്ങി വന്നു. പോരായെങ്കിൽ തന്റെ സഹോദരൻ ഏശാവ് തനിക്ക് വേണ്ടി കരുതി വെച്ചു. ജോസഫിനെ ആരും അറിഞ്ഞില്ല, ജോസഫിനെ യഹോവ അറിഞ്ഞു. അറിഞ്ഞ യഹോവ അവനെ അധിപതിയാക്കി ഉയർത്തി. ഇന്നും പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും മനുഷ്യർക്കാർക്കും നമ്മെ അറിയുന്നില്ല. അറിയരുത്, അറിയാൻ പാടില്ല എന്ന് നിർബന്ധമാക്കാനാണ് ഞാൻ. പക്ഷെ ദൈവം നമ്മെ അറിഞ്ഞാൽ അധിപതിയാക്കി, രാജാക്കന്മാരാക്കി, പ്രഭുക്കന്മാരാക്കി മാറ്റി ഏറ്റവും ശ്രേഷ്ഠ പദവിയിലേക്ക് കൊണ്ടെത്തിച്ച് നമുക്കൊരു നല്ല പ്രമോഷൻ തന്ന് ഉയർത്തുവാൻ സ്വർഗത്തിലെ കർത്താവിന് പറ്റും. ആമേ, പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, ആമേ, പൗലോസുണ്ട്, പല ശിഷ്യന്മാരുണ്ട്. പക്ഷെ അവരെ ആരും ലോകം അറിഞ്ഞില്ല. പക്ഷെ അവരെ യഹോവ അറിഞ്ഞു. അവരുടെ ശുശ്രൂഷ, അവരുടെ വ്യക്തി ജീവിതം എല്ലാം ശ്രേഷ്ഠമായി മാറി. ഈ ദിവസം എന്നെ കേൾക്കുന്ന ദൈവമൊക്കെ പറയുന്ന വാക്കാണ്, ലോകം നമ്മെ അറിയുന്നുവെങ്കിൽ ദൈവം നമ്മെ അറിയുന്നില്ല. ദൈവം നമ്മെ അറിയുന്നുവെങ്കിൽ ലോകം നമ്മെ അറിയുന്നില്ല. മനുഷ്യ നമ്മെ അറിഞ്ഞാൽ അവകാശം തരുമായിരിക്കാം, അതിന് പരിമിതിയുണ്ട്. എന്നാൽ ദൈവം നമ്മെ അറിഞ്ഞ് ഉയർത്തിയാൽ പരിമിതിയില്ല. തലമുറയായി ആ ഉയർച്ച നിൽക്കും. ഇന്ന് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി തരട്ടെ, ഒരു ആത്മാവിൽ ധൈര്യം നൽകട്ടെ. നമ്മെ അറിയുന്നൊരു കർത്താവുണ്ട്, എന്നെ അറിയുന്നൊരു കർത്താവുണ്ട്, എന്നെ മനസ്സിലാക്കി ആദരി കർത്താവുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കാൻ. കർത്താവെ, ഇന്ന് എന്നോട് പറഞ്ഞ ദൂതമെത്താം, ഇരമ്യാവിനെ അറിഞ്ഞ് ഉയർത്തിയ കർത്താവ്, ഈ സന്ദേശം ദൈവമക്കളെ അറിഞ്ഞുയർത്തണമേ. അങ്ങ് അവരെ അറിയുന്നതോടുകൂടെ അവർക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയാണ്. അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്ന് വെളിപ്പെട്ട് വരികയാണ്. അതവരുടെ ജീവിതകാലം മുഴുവനും ആസ്വദനം ഉയർച്ചയുടെ തലങ്ങളിലേക്ക് എത്തിക്കും. അവരുടെ പ്രശ്നത്തിൽ പരിഹാരം കൊടുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.